ഓരോ കുഞ്ഞുകുട്ടികൾ പോലും ഇവിടെ പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് പോലും VS-നെ കുറിച്ച് A to Z അറിയാം. പിള്ളേരുടെ മുദ്രാവാക്യം വിളി കേട്ടില്ലേ? ഇപ്പം എൻ്റെ മോനെയാണേലും ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് VS-ൻ്റെ ചരിത്രം അവർ പറയുകയാണ്, കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ യുവത്തിൽ പോലും VS-നെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും പുതിയ തലമുറ പോലും കേൾക്കുന്നുണ്ട്. അത്രക്കേൽ അവരുടെ മനസ്സിലാഴത്തിൽ പതിഞ്ഞൊരു സഖാവാണ്. VS എന്ന കമ്മ്യൂണിസ്റ്റ് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് വലിയ ചുടുകാടിലാണ്. ഇവിടെയാണ് അതിനുള്ള ചിത ഉൾപ്പെടെയുള്ള ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക ക്രമീകരണങ്ങൾ, അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. വളരെ രാവിലെ തന്നെ എത്തി ആ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവസാനഘട്ട ചെറിയ പണികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. പ്രവർത്തകരും നേതാക്കളുമൊക്കെ DC-യുടെ നേതൃത്വത്തിൽ അത് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇവിടുത്തെ ഈ ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. VS പോരാടി ഒരു പുന്നപ്ര വയലാർ സമര നായകനാണ്. ആ ഒരു മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ആവേശം പകരുന്ന രീതിയിലാണ് സഖാവ് VS-ന്റെ ഓരോ സമര പോരാട്ടങ്ങളും. ആലപ്പുഴയുടെ ചുവന്ന മണ്ണാക്കാൻ ഒട്ടനവധി സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ആലപ്പുഴയിലെ VS-ന്റെ ഒപ്പം സഖാവ് VP രാജു എന്ന് പറയുന്ന പാർട്ടിയുടെ ഉദരപ്പന്തി മേഖലയിൽ പാർട്ടി അനുഭവിച്ച ഒട്ടനവധി കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ പണ്ട് ഞങ്ങൾ ഇവിടുത്തെ ആലപ്പുഴക്കാരുടെ ചരിത്രത്തിലുള്ളൊരു സഖാവിൻ്റെ മകനാണ് നിൽക്കുന്നത്. ആ സഖാവിൻ്റെ കുടുംബത്തുള്ള മക്കൾക്കെല്ലാം പാർട്ടിയുടെ പേരാണ്, നേതൃത്വത്തിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ പോരാട്ടങ്ങൾക്ക് ഒട്ടനവധി DYFI മുതൽ SFI മുതൽ പോരാട്ടങ്ങൾക്ക് ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളൊരു നേതാവാണ് സഖാവ് മാവോ. ഈ നിൽക്കുന്ന ഈ അച്ഛനൊക്കെ പറഞ്ഞ വലിയ ഓർമ്മകളായിരിക്കുമല്ലോ VS-നെ കുറിച്ചൊക്കെ ഉള്ളത്. പിന്നെ വളരെ വളരെ വലിയ ഓർമ്മകളാണത്. VS എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ, പാർട്ടിക്കാർക്ക് മാത്രമല്ലല്ലോ, ഏതൊരു മലയാളിക്കും ഒരു സ്വകാര്യ അഹങ്കാരം പോലെയാണല്ലോ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഓരോ കുഞ്ഞുകുട്ടികൾ പോലും ഇവിടെ പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് പോലും VS-നെ കുറിച്ച് A to Z അറിയാം. പിള്ളേരുടെ മുദ്രാവാക്യം വിളി കേട്ടില്ലേ? ഇപ്പം എൻ്റെ മോനെയാണേലും ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് VS-ൻ്റെ ചരിത്രം അവർ പറയുകയാണ്, കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ യുവത്തിൽ പോലും VS-നെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും പുതിയ തലമുറ പോലും കേൾക്കുന്നുണ്ട്. അത്രക്കേൽ അവരുടെ മനസ്സിലാഴത്തിൽ പതിഞ്ഞൊരു സഖാവാണ്. നിങ്ങൾ ഒത്തിരി ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒത്തിരി ആക്രമണങ്ങൾ ശത്രുക്കളിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്ന ഒരു കുടുംബമാണ്. അവിടെ നിന്നും മക്കളെല്ലാം ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പേരിലേക്ക് എത്തിയ ഒരു ചരിത്രം അച്ഛൻ പാർട്ടിക്ക് വേണ്ടി വളരെ ത്യാഗം ചെയ്ത ഒരാളാണ്. അച്ഛൻ്റെ മനസ്സിൽ ജാതി അറിയരുത്, പേര് ചോദിച്ചാൽ ജാതി അറിയരുത്, അതായിരുന്നു അച്ഛൻ്റെ ഒരു കൺസെപ്റ്റ്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ജാതിയാണെന്ന് മനസ്സിലാകരുത്, ആ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങളുടെയൊക്കെ പേര്. എൻ്റെ പേര് മാവോ എന്നാണ് പേര്. ഒരാളുടെ പേര് ജൂന, ഒരാളുടെ പേര് ഷീന, അപ്പച്ചിയുടെ മോൻ്റെ പേര് ലാരിനോ. അങ്ങനെയാണ് പേരുകളെല്ലാം. നിങ്ങളുടെ മക്കൾക്കൊക്കെ ആ ഒരു രീതിയാണ്? എൻ്റെ മോൻ്റെ പേര് മാഷിയോ എന്നാണ് ഞാൻ അങ്ങനെയാണ്. അങ്ങനെയാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് VS-നൊപ്പം വന്നവർ, ഒപ്പം നടന്നവരെല്ലാം തന്നെ അത്രത്തോളം പഴയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അടിയുറച്ച് ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നുള്ളത് തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു ഇത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഇപ്പോൾ തന്നെ, നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അതായത് ഈ സ്ഥലത്ത് പല ആളുകളും ഇനിയും വളരെയധികം സമയം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VS ഒരുപക്ഷെ ഒരു പഴയ ആളുകൾക്ക് നേരിട്ടൊരു ഓർമ്മയായിരിക്കും. നിങ്ങളെയൊക്കെ സംബന്ധിച്ച് പാർട്ടിയിലേക്കൊക്കെ അടുപ്പിച്ച വലിയൊരു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം AKG EMS ഒന്നും നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളെ തലമുറയ്ക്ക് അറിയാവുന്ന ഒരാൾ, ആ രൂപത്തിൽ അറിയാവുന്ന ഒരാൾ VS ആണ്. അപ്പോൾ അതിൻ്റെ ആവേശവും പഠനങ്ങളും എല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയവരാണ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഓർമ്മ. പുന്നപ്ര വയലാർ സമര നേതാവ് എന്നുള്ളതിൽ, അതായത് VS-നെ VS ആക്കി മാറ്റുന്ന ഒരു സമരം എന്ന് പറയുന്നതാണ്. അതിലൂടെ വളർന്നു വന്ന് ആയിരങ്ങൾക്ക് ഇടയിൽ വലിയ പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ട് ഒത്തിരി ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നേതാവ് ഒടുവിൽ അവിടെ തന്നെ, അതായത് ആ രക്തസാക്ഷികളുടെ ഓർമ്മകൾ കുടികൊള്ളുന്ന ആ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ്. വൈകുന്നേരം അധികം വൈകാതെ തന്നെ അതായത് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ഒരു ക്രമീകരണം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. പരമാവധി പൊതു ദർശനമൊക്കെ കുറച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവൃത്തിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ അറിയിക്കുന്നത്. രതീഷ് മടംശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.